ഉമ്മയുടെ കാലിനടിയിലാണ് സ്വർഗം. ഈ വാക്ക് എവിടെ നിന്നാണ് പഠിച്ചത്? അൽ വാലിദാനി ബാബാനി മിൻ അബുവാബിൽ ജന്ന. സ്വർഗത്തിന്റെ രണ്ട് കവാടങ്ങൾ, അതിൽ ഒന്ന് വാപ്പയാണ്, രണ്ട് ഉമ്മയാണ്. ഇതെവിടെ നിന്നാണ് കേട്ടത്? അക്കിരിൻ ജാറക്ക വലൗക്കാന കാഫിറ. നിന്റെ അയൽവാസി അമുസ്ലിം ആണെങ്കിലും അവനെ ആദരിക്കണമെന്നും അവനെ പരിഗണിക്കണമെന്നും എവിടെ നിന്നാണ് നിങ്ങൾ അറിഞ്ഞത്? വാപ്പയോടുള്ള കടപ്പാട്, ഉമ്മയോടുള്ള ബാധ്യത, സമൂഹത്തിനോടുള്ള കടമ, അവനവന്റെ ജീവിതത്തിനോടുള്ള നന്മ, കുടുംബജീവിതത്തിന്റെ മനോഹരമായ തലങ്ങൾ, ഈ ഭൂഗോളത്തിന്റെ ഉപരിതലത്തിൽ ജീവിക്കുമ്പോഴുള്ള നല്ല നല്ല വശങ്ങൾ, മാന്യമായ ജീവിതം, സൽസ്വഭാവം, ഇതൊക്കെ എവിടെ നിന്നാണ് പഠിച്ചത്? അതുമായി ബന്ധപ്പെട്ട ത്രോട്ടുകൾ കേട്ടത്, അറിഞ്ഞത് സ്കൂളിൽ നിന്നാണോ? 1ാം ക്ലാസ് മുതൽ നീണ്ടു കിടക്കുന്ന ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ വിവിധ കരിക്കുലങ്ങൾ, വിവിധ സംവിധാനങ്ങൾ, അവിടുത്തെ ഏതെങ്കിലും പാഠപുസ്തകങ്ങളിൽ ഇത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവില്ല എന്ന് കരുതി ആവശ്യമായ മറ്റു പലതും അവിടെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഒരു മനുഷ്യനെ കടഞ്ഞെടുത്ത് അവനെ മനുഷ്യനാക്കി മാറ്റുന്നത് എവിടെയാണ്? മദ്രസയിലാണ്. ആ മദ്രസയുടെ വിഷയത്തിൽ നിലവിൽ എന്താണ്? നാളെ നിങ്ങൾക്ക് തുണയാകേണ്ട, സമൂഹത്തിന്റെ നന്മയുടെ വക്താവായി മാറേണ്ട നമ്മുടെ മക്കളെ കടഞ്ഞെടുക്കുന്ന നമ്മുടെ മദ്രസ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മുടെ നിലപാട് എന്താണ്? സ്കൂളിൽ പോകുന്ന മക്കൾക്ക് സ്കൂളിൽ പോകുന്നതിന് പുറമെ ട്യൂഷൻ ഒരുക്കിയിട്ടുണ്ട്. SSLC ആണെങ്കിൽ മാതാപിതാക്കൾക്ക് എന്നും ടെൻഷനാണ്. ഹയർ സ്റ്റഡി നടത്തുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും മാതാപിതാക്കൾ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥനയും ദ്വായും ഒക്കെ ആയി കഴിഞ്ഞുകൂടാൻ. മദ്രസയുടെ വിഷയം വരുമ്പോൾ കേവലം ഒരു ചടങ്ങിന് പറഞ്ഞയക്കുന്നു. നമ്മുടെ മക്കൾ നല്ല മനുഷ്യരായി മാറാൻ, സമൂഹത്തിന് ഉപകരിക്കുന്നവരായി മാറാൻ മദ്രസാ പഠനം ഉണ്ടായേ തീരൂ. അത് കേവലം ചടങ്ങിന് പറഞ്ഞയച്ചാൽ പോരാ, കൃത്യമായി മദ്രസയിൽ നിന്നും മൂല്യങ്ങൾ പഠിച്ചെടുക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.